ഒരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 2:38. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട വാക്യത്തിനായി ഞാൻ ദൈവത്തെ നന്ദി ഹൃദയത്തോട് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് പകരപ്പെട്ടതിൻ്റെ തൊട്ട് മുമ്പിലുള്ള നിമിഷങ്ങളാണിത്. പത്രോസ് ജനങ്ങളെ അഭിസംബോധന ചെയ്തതിന് ശേഷം ജനങ്ങൾ പത്രോസിനോട് ചോദിക്കുകയാണ്, ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളത്. പത്രോസ് അവിടെ പറയാണ്, ഈ വാക്യത്തിൽ നമ്മൾ വായിച്ചതുപോലെ മാനസാന്തരപ്പെടുക, സ്നാനപ്പെടുക, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. അതുപോലെ തന്നെ 39-ാമത്തെ വാക്യത്തിൽ അവിടെ വായിക്കാൻ കഴിയുന്നത്, ഇത് ദൈവം നമുക്ക് വാഗ്ദത്തം ആയിട്ട് നൽകിയിരിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് മാത്രമല്ല, നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഇത് ദൈവം വാഗ്ദത്തമായിട്ട് നൽകി തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഓരോരുത്തരെയും കർത്തവ്യമാണ് ഇത് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പറഞ്ഞ് അതിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് എത്തുക. നമ്മൾ ഇവിടെ ആയിരുന്നാലും നമ്മുടെ കുഞ്ഞുങ്ങളാണെങ്കിലും യൗവനക്കാരായാലും കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മൾ ഇവിടെ നിന്ന് വേറെ എവിടെയെങ്കിലും ജോലിക്കോ അല്ലെങ്കിൽ നമ്മൾ ഉപരിപഠനത്തിനോ നമ്മൾ ഇവിടെ നിന്ന് കടന്നു പോകുന്ന സാഹചര്യത്തിൽ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനെ ദൈവം നമ്മുടെ ഇടയിലേക്ക് തന്നിട്ടാണ് കർത്താവ് ഇവിടുന്ന് പോയിരിക്കുന്നത്. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ കാണുകയും നമ്മളോടൊപ്പം അധിവസിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ പുറത്താണെന്നുണ്ടെങ്കിലും നമ്മുടെ മാതാപിതാക്കളുടെ അടുത്ത് ഇല്ലെങ്കിൽ പോലും നമുക്ക് ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മുമ്പോട്ടുള്ള ജീവിതം നമുക്ക് വളരെ മനോഹരമായിട്ട് ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് കർത്താവിനെ മുൻനിർത്തിക്കൊണ്ട് ഓരോ ദിവസവും ജീവിക്കാൻ ദൈവം നമുക്ക് കൃപ തരും. ആ ഇമ്പോർട്ടൻസ് നമുക്ക് മാതാപിതാക്കളെ നമുക്ക് അതിനകത്തൊരു പ്രത്യേക ഇമ്പോർട്ടൻസിനോട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മളത് പറഞ്ഞു കൊടുക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ ദിവസങ്ങൾ ഒരുത്തർ പോലും ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിക്കാതെ എല്ലാ കുഞ്ഞുങ്ങളും ഇതിനെ അറിയുകയും അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുകയും മുൻപോട്ടുള്ള അവരുടെ ജീവിതത്തിൽ അതിനെ പ്രാവർത്തികമാക്കാൻ വേണ്ടി നമ്മൾ എല്ലാവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പ്രത്യേകം ഞാൻ ഈ സമയത്ത് ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ ചെറിയ മെസ്സേജിൽ ഞാൻ ഇരുന്നുകൊള്ളുന്നു.